പിന്നെ എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് ശിക്ഷ കൊടുക്കുന്ന അതിനേക്കാൾ ക്രൂരമായ കൊലപാതകം നടന്നുള്ള കേരളമാണ്. ഓരോ ദിവസവും നിരവധി കൊലപാതകം നടക്കുന്നുണ്ട്. അവർക്ക് ആർക്കും വധശിക്ഷ കൊടുക്കുന്നത്. ഇപ്പം തന്നെ ഒരു പെൺകുട്ടി 64 പേരാൽ പീഡിപ്പിക്കപ്പെട്ടിട്ട് 13 വയസ്സ് തുടങ്ങി 18 വയസ്സ് വരെ 64 പേര് പീഡിപ്പിച്ച് അവർക്ക് വധശിക്ഷ കൊടുക്കും. നമ്മൾ വധശിക്ഷ അംഗീകരിക്കുന്നില്ല. കാരണം ഒരു ഇന്നത്തെ ഒരു ആധുനിക സമൂഹത്തിൽ ഒരിക്കലും വധശിക്ഷ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അതിനേക്കാൾ പ്രധാനം, ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സ്റ്റേറ്റാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ കഴിയും, 90കളിൽ ഈ DPP എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു. അതിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ് പോവുകയല്ല ചെയ്യേണ്ടത്, അടുത്ത ആളെ പിടിച്ച് നിർത്തി മുകളിൽ കയറിയിട്ട് അത് പറിച്ച് കൊണ്ടുപോകണം. ആ DPP പഠിച്ച കുട്ടികളാണ് ഇന്ന് ഈ പറയുന്ന ഗ്രീഷ്മ അടക്കമുള്ള ആളുകൾ. അപ്പോൾ കിട്ടാത്തത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന സിലബസുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഇരയാണ്, സ്റ്റേറ്റിൻ്റെ ഇരയാണ്. അവരങ്ങനെ വളർത്തിയിട്ടുള്ളതാണ്. സിലബസ് അതാണ്, വിദ്യാഭ്യാസ പദ്ധതി അതാണ്. അതുകൂടിയൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ കാര്യങ്ങൾ ഒരു ഗ്രീഷ്മയുടെ തലയിൽ വെക്കുന്നതിൽ അർത്ഥമില്ല. സ്റ്റേറ്റാണ് ഉത്തരവാദി.